ഹബക്കുക്ക് പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു, പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പ്രവൃത്തി ഈ നാളുകളിൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ പോകുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തി കർത്താവ് ഈ രാത്രിയിൽ ദൈവ പൈതലെ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ഒന്ന് കരം പിടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. വിശ്വസിക്കുന്ന സകലരും ദൈവ തിരുസന്നിധിയിൽ 2 കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കാം. ആമേൻ. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ ആരാധിക്കുന്നു. പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വീര്യപ്രവൃത്തി ഈ നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ, പുകഴ്ത്തുന്നു കർത്താവേ, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. നന്ദി. ഹല്ലേലൂയ. സന്തോഷത്തോടെ വിശ്വാസത്തോടെ പാടാം. എഴുന്നേറ്റ് നിൽക്കാം. സന്തോഷത്തോടെ സന്തോഷം പാടാം. ഉള്ളിൽ സന്തോഷത്തോടെ പാടാം. പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു പ്രവൃത്തി ദൈവം ഇപ്പോൾ ചെയ്യും. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. അടിക്കാം. പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട്, പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രണ്ട് സൈഡിൽ കരമടിച്ച് ആമേൻ, ആമേൻ, ആമേൻ. ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം അവിട്ടനാം വൻമതിൽ വീഴും കാഞ്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കരമുയർത്തിയടിക്കാം എല്ലാവരും ചേർന്ന്. ശിവനോട് നാളങ്ങൾ
വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കരമയർത്തിയടിക്കാം. വിശ്വാസത്തോടെ സന്തോഷത്തോടെ ദൈവശക്തി വ്യാപരിക്കട്ടെ. സന്തോഷത്തോടെ 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വന്നിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടുമേ. എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. 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 കണ്ണുകളെ അടച്ച് ഹൃദയത്തെ ശാന്തമാക്കി കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളും പരാജയങ്ങളും ഉണ്ടാകുമ്പോൾ അസ്വസ്ഥരാകേണ്ട, ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഈ ഗാനത്തിലൂടെ കർത്താവ് ഈ രാത്രിയിൽ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളായിരിക്കുന്ന ചെങ്കടലിനെ കർത്താവിൻ്റെ കരങ്ങളിൽ ഈ നിമിഷങ്ങളിൽ ഉയർത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, ചെങ്കടലിനെ വിഭജിച്ചവനായ ദൈവം, ജീവിക്കുന്നവനായ കർത്താവ്, ലോകത്തിൻ്റെ അവസാനം വരെയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവ് ഈ രാത്രിയിൽ സത്യമായും നിൻ്റെ മുമ്പിലുണ്ട്. നിൻ്റെ കണ്ണുനീര് കാണുന്നവനായ അവിടുത്തെ പക്കലേക്ക് നിൻ്റെ പ്രാർത്ഥനകളെ സമർപ്പിക്കുക. ഓ കർത്താവ്, എൻ്റെ ജീവിതത്തിലേക്ക് രാത്രിയിൽ അവിടുന്ന് പ്രകാശമായി കടന്നു വരണമേ.
ലോകത്തിന് നൽകുവാൻ സാധിക്കാത്ത ആനന്ദത്താൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ എന്ന് വ്യക്തിപരമായി യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് മാത്രമേ നിനക്ക് സമാധാനം നൽകുവാൻ സാധിക്കുകയുള്ളൂ. ഓ കർത്താവായ ഈശോയെ, ഈ രാത്രിയിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന അങ്ങയുടെ മക്കളെ അവിടുന്ന് തീർക്കൺ പാർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണുനീരിൻ്റെയും ഏകാന്തതയുടെയും രോഗങ്ങളുടെയും അനുഭവങ്ങളിലേക്ക് അവിടുന്ന് പ്രകാശമായി കടന്നു വരണമേ. ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നിരാശയുടെ ഇരുട്ടും അങ്ങയുടെ സാന്നിധ്യത്താൽ മാറിപ്പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുള്ള പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവിടുന്ന് ഇപ്പോൾ അഭിഷേകമായി അയക്കണമേ. കർത്താവ് യഥാർത്ഥത്തിൽ ദൈവപൈതലായി, ദൈവമകനായി, ദൈവമകളായി ഞങ്ങളെ രാത്രിയിൽ അവിടുന്ന് ജനിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം സാധിക്കുന്നവനായ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹൃദയമുയർത്തി, കരങ്ങളെ ഉയർത്തി, മനസ്സുയർത്തി, ശബ്ദമുയർത്തി യേശുവിനെ കണ്ടുകൊണ്ട് ഏതാനും നിമിഷങ്ങൾ സ്വതന്ത്രമായി സ്തുതിച്ച് നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഈ രാത്രിയിൽ ശലോമിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവിൻ്റെ തിരുക്കരങ്ങളിലേക്ക് ഉയർത്തി അവിടുത്തെ വലിയ കാരുണ്യത്തിനായിട്ട് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങൾ പ്രകാശത്താൽ നിറയുവാൻ, യേശുവാകുന്ന പ്രകാശത്താൽ നിറയുവാൻ, ഞങ്ങളുടെ ഹൃദയം ആനന്ദിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ശലോം ടെലിവിഷന്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യോസേഫ് പിതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കണ്ണു തുറന്ന് പ്രൈസ് ദി ലോർഡ് സന്തോഷത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ. ചിരിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശാന്തമായി സ്വസ്ഥമായി ഇരിക്കുക. എൻ്റെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ക്ലൗഡ് ആൻഡ് സൺഷൈൻ, മേഘവും സൂര്യപ്രകാശവും, ലോകപ്രസിദ്ധമായ ഒരു കൃതിയുടെ തലക്കെട്ടാണിത്. ഹന്ന ആർ ഹിഗിൻസ് എന്ന വ്യക്തിയാണ് ഈ പുസ്തകത്തിൻ്റെ രചയിതാവ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അവരുടെ ജീവിത അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകത്തിന് ഈ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. ക്ലൗഡ് ആൻഡ് സൺഷൈൻ, മേഘവും സൂര്യപ്രകാശവും. നമുക്കറിയാം, ചില ദിവസങ്ങളിൽ ആകാശം പെട്ടെന്ന് മേഘാവൃതമാകും, സൂര്യപ്രകാശം ഉണ്ടാവുകയില്ല, ഒരു അരണ്ട വെളിച്ചമേ ഉണ്ടാവുകയുള്ളൂ. നമുക്കൊരു സങ്കടമായിരിക്കും. എന്നാൽ അത് അധികം സമയം നീണ്ടു നിൽക്കുകയില്ല. വീണ്ടും സൂര്യൻ പ്രകാശിക്കും. 365 ദിവസങ്ങളും മേഘാവൃതമല്ല. അതുപോലെ തന്നെ 365 ദിവസങ്ങളും സൂര്യപ്രകാശത്താൽ നിറഞ്ഞവയല്ല. ഇങ്ങനെയാണ് നമ്മളുടെ ദിവസങ്ങളും വർഷങ്ങളുമെങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയായിരിക്കും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മറ്റൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥതയുണ്ടാകുന്നത്. ദൈവം അങ്ങനെയാണ് നമ്മുടെ ദിവസങ്ങളെയും നമ്മുടെ ജീവിതത്തെയും ക്രമീകരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. 100% ജീവിതത്തിൽ
സന്തോഷകരമായ അനുഭവങ്ങൾ മാത്രമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒരു ദുഃഖാനുഭവമില്ലാത്ത അങ്ങനെ ആരും ഉണ്ടാവുകയില്ല. നമുക്കെല്ലാവർക്കും ഏതെങ്കിലും രീതിയിലുള്ള ദുഃഖ അനുഭവങ്ങളുണ്ട്, നിരാശയുടെ അനുഭവങ്ങളുണ്ട്, തകർച്ചകളുണ്ട്, അപമാനങ്ങളുണ്ട്, രോഗത്തിൻ്റെ അനുഭവങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കൂടിക്കലർന്നാണ് ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹന്ന ഹിഗിൻസിൻ്റെ ജീവിതം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അല്ലെങ്കിൽ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇരുട്ട് നിറഞ്ഞതായിരുന്നു. കാരണം വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ, ബാല്യകാലത്തിൽ തന്നെ മാരകമായ ഒരു രോഗം അവൾക്ക് പിടിപെട്ടു. ചികിത്സയില്ലാത്ത രോഗമാണ്. ഈ രോഗം മൂലം അവളുടെ 2 കാലുകളും മുട്ടിന് മുകളിൽ വെച്ച് മുറിക്കപ്പെട്ടു. കിടക്കയിലങ്ങ് കിടക്കുകയാണ്, 2 കാലുകളും ഇല്ലാത്ത അവസ്ഥ. നീണ്ട 50 വർഷങ്ങൾ ഈ കിടപ്പ് കിടന്നു. 77-ാം വയസ്സിലാണ് ഇവര് ഈ അനുഭവങ്ങളൊക്കെ ലോകത്തെ അറിയിക്കണമെന്ന് വിചാരിച്ച് ഈ പുസ്തകം എഴുതിയത്. പുസ്തകത്തിൻ്റെ തലക്കെട്ട് മറന്നുപോയ നിങ്ങൾ? ക്ലൗഡ് ആൻഡ് സൺഷൈൻ. മറക്കരുത്. മേഘവും സൂര്യപ്രകാശവും. 2 കാലുകളുമില്ലാതെ നീണ്ട 50 വർഷങ്ങൾ കിടക്കയിൽ അവർ കിടന്നിട്ടും അവർക്ക് സന്തോഷിക്കുവാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് 2 കാലുകളുമുണ്ട്, 2 കൈകളുമുണ്ട്, 2 കണ്ണുകളുമുണ്ട്. എന്നിട്ടും നമുക്ക് പലർക്കും സന്തോഷിക്കുവാൻ സാധിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ ഹന്ന ഹിഗിൻസിന് സന്തോഷിക്കുവാൻ സാധിച്ചത്? പ്രൈസ് ദി ലോർഡ്. ആ രഹസ്യം നമ്മൾ കണ്ടുപിടിച്ച് അവരുടെ വഴിയിലൂടെ നമ്മൾ നടക്കണം, സന്തോഷത്തിന്റെ വഴിയിലൂടെ നമ്മൾ നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കുവിൻ, ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ദുഃഖിക്കരുത്. അപ്പം മനുഷ്യനെക്കുറിച്ച്, ദൈവമകനെക്കുറിച്ച്, ദൈവമകളെക്കുറിച്ച്, ദൈവപിതാവിനുള്ള ഒരു ചിന്ത നമ്മൾ എപ്പോഴും സന്തോഷിക്കണം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 2 കാലുകളും നഷ്ടപ്പെട്ട ഈ ഹന്ന ഹിഗിൻസിന് സന്തോഷിക്കുവാൻ സാധിച്ചത് എങ്ങനെയാണ്? അവര് സന്തോഷത്തിന്റെ ഉറവിടത്തെ കണ്ടെത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവര് പ്രകാശത്തിന്റെ ഉറവിടത്തെ കണ്ടെത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിലെ ഒരു വ്യക്തിക്ക് മാത്രമേ പ്രകാശം നൽകുവാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞത് ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അത് യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹന്ന ഹിഗിൻസ് ഈ വളരെ ദുർഭഗമായ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ശാപഗ്രസ്തമായ ഈ അവസ്ഥയിലും യേശുവിനെ കണ്ടെത്തുവാനായിട്ട് അവർക്ക് സാധിച്ചു എന്നതാണ് അവരുടെ വിജയത്തിന്റെ രഹസ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 യേശുവിനെ അവര് ക്രിസ്തുവായി സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ആരായി സ്വീകരിച്ചു? ക്രിസ്തുവായി സ്വീകരിച്ചു. എന്ന് പറഞ്ഞാൽ യേശു എൻ്റെ രക്ഷകനാണ്. ഈ രോഗത്തിൻ്റെ അവസ്ഥയിലും എനിക്ക് സന്തോഷം നൽകുവാൻ സാധിക്കുന്ന ദൈവപിതാവിൻ്റെ അഭിഷിക്തനാണ് യേശു എന്ന സത്യം ഇവർ തിരിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശു ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട്, ആ സന്തോഷം ഉള്ളിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് അവർക്ക് പിന്നെ ഒരിക്കലും ദുഃഖിക്കേണ്ടി വന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അപ്പോൾ ഓർക്കുക, ഈ സന്തോഷം എന്ന് പറയുന്നത് പുറമെയല്ല ഉണ്ടായിരിക്കുന്നത്, അത് മനുഷ്യന്റെ ഉള്ളിലാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ഉള്ളിലാണ് സന്തോഷം കുടികൊള്ളുന്നത്. സന്തോഷത്തിന്റെ ഉറവിടമായ ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ ഉണ്ടായെങ്കിൽ നിന്റെ ജീവിതത്തിൽ എത്ര വലിയ തകർച്ചകൾ ഉണ്ടായാലും ദുഃഖിക്കുവോ? ഒരിക്കലും ദുഃഖിക്കുകയില്ല. കാരണം സന്തോഷിക്കുവാൻ സാധിക്കും, ക്രിസ്തു ഉള്ളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തകൻ അതുകൊണ്ടാണ് പറയുന്നത്, 65-ാം സങ്കീർത്തനത്തില് 5ഉം 6ഉം വാക്യങ്ങൾ ഇപ്രകാരമാണ്: ഞാൻ കിടക്കയിൽ കിടക്കുകയും അങ്ങയെ ഓർക്കുകയും ചെയ്യുമ്പോൾ, പ്രൈസ് ദി ലോർഡ്,
കിടക്കയിൽ മാരകമായ രോഗം പിടിപെട്ട്, ചികിത്സയില്ലാത്ത രോഗം പിടിപെട്ട് ഞാൻ കിടക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് സങ്കീർത്തകൻ പറയുന്നത്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കിടക്കയിൽ കിടക്കുമ്പോൾ പ്രാകുകയും പിറുപിറുക്കുകയുമല്ല ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഈ രോഗം അനുഭവിച്ചതെന്ന് ദൈവത്തോട് ചോദിക്കുകയല്ല വേണ്ടത്. കർത്താവിനെ കുറിച്ച് സന്തോഷത്തോടെ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാത്രിയാമങ്ങളിൽ അങ്ങയെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, എല്ലാവരും നല്ല സുഖമായിട്ട് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയാണ് വീട്ടിലുള്ള എല്ലാവരും. എനിക്ക് മാത്രം ഉറക്കം വരുന്നില്ല. രോഗത്തിൻ്റെ വേദനയുണ്ട്, ഏകാന്തതയുണ്ട്. ആ സമയത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയല്ല വേണ്ടത്. എന്ത് ചെയ്യണം? കർത്താവിനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കണമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എനിക്ക് വലിയ സംതൃപ്തി ഉണ്ടാകുന്നു. മജ്ജയും മേധസ്സും ലഭിച്ചാൽ എന്നതുപോലെ സംതൃപ്തി ഉണ്ടാകുന്നു. എനിക്ക് ആനന്ദഗാനം ആലപിക്കുവാൻ സാധിക്കുന്നുവെന്ന് സങ്കീർത്തകൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ ശ്രവിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇരുന്ന് എന്നെ ശ്രവിക്കുന്ന നിങ്ങളിൽ പലരും കിടപ്പ് രോഗികളാണ്. നിങ്ങളുടെ ഈ അവസ്ഥയിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അവസ്ഥയെ അംഗീകരിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകാശമായി ക്രിസ്തുവിനെ ക്ഷണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരാതി പറയാതെ, പിറുപിറുക്കാതെ, കർത്താവായ യേശുവേ, പ്രകാശത്തിൻ്റെ ഉറവിടമായ ദൈവമേ, ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ യേശു നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ മനസ്സിലുള്ള നിരാശ മുഴുവൻ മാറും, പിറുപിറുപ്പ് മാറും, സങ്കടങ്ങൾ മാറും, പരാതി പറയുന്ന സ്വഭാവം മാറും, നിന്നിലേക്ക് തന്നെ തിരിയുന്ന സ്വാർത്ഥ ചിന്തകൾ മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനക്ക് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. 2008 ഏപ്രിൽ മാസം ആസ്പത്രിയിൽ പരിശോധനയ്ക്ക് ചെന്നപ്പോൾ ഡോക്ടർമാർ വിധി എഴുതി ഞാൻ മരണത്തിൻ്റെ വക്കത്താണ് നിൽക്കുന്നത്. കാർഡിയാക് ഫെയിലിയർ ഇതായിരുന്നു നൽകിയ രോഗ നിർണയം. അതായിരുന്നു. ഡോക്ടർ പറഞ്ഞു വീടിന് പുറത്തേക്ക് ഇറങ്ങരുത്, പൂർണ്ണമായി റെസ്റ്റ് എടുക്കണം, ബാത്റൂമിൽ കയറി കുളിക്കാൻ പോലും പറ്റുകയില്ല, ഒരു കപ്പ് വെള്ളം ഉയർത്തി ഇങ്ങനെ തലയിൽ ഒഴിക്കാൻ പോലും പറ്റുകയില്ല. ഹൃദയത്തിൻ്റെ പ്രവർത്തനം വളരെ ലോലമാണ്, വളരെ താന്നിരിക്കുന്നു. ഞാൻ ഈ ഡോക്ടറിൻ്റെ നിർദ്ദേശമനുസരിച്ച് 3 മാസം പൂർണ്ണമായി വിശ്രമിച്ച ആ ദിവസങ്ങളിൽ പലപ്പോഴും കിടക്കയിൽ കിടന്നുകൊണ്ട് കരഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കിടക്കയിൽ കിടന്ന് കരഞ്ഞിട്ടുണ്ട്. ആ കരച്ചിൽ സങ്കടത്തിൻ്റെ കരച്ചിലല്ല, പരാതിയുടെ കരച്ചിലല്ലായിരുന്നു, നേരെ മറിച്ച് സന്തോഷത്തിൻ്റെ കരച്ചിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവം കഴിഞ്ഞ നാളുകളിൽ എത്രയോ അധികമായി എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തു. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ അറിയാതെ സന്തോഷം കൊണ്ട് നിറയുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കടുത്ത ദുഃഖ അനുഭവത്തിൻ്റെ ഇടയിലും ഒരു ദൈവത്തിൻ്റെ മകന്, ഒരു ദൈവത്തിൻ്റെ മകൾക്ക് നിശ്ചയമായും സന്തോഷിക്കുവാൻ സാധിക്കും. ക്രിസ്തു അനുഭവമായി നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 സന്തോഷത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്തു ഹൃദയത്തിൽ വരുമ്പോഴുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. നീ നിന്നെ തന്നെ മറക്കും, നീ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ആരംഭിക്കും. ഹന്ന ഹിഗിൻസ് അതാണ് ചെയ്തത്. 2 കാലുമില്ലാതെ ഈ കിടക്കയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ, നീണ്ട 50 വർഷങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക എങ്ങനെയാണ് ഇവർ ഈ ദിവസങ്ങൾ ചെലവഴിച്ചത്. അവരൊരു കാര്യം ചെയ്തു. തന്നേക്കാൾ വേദന അനുഭവിക്കുന്ന അനേക കിടപ്പ് രോഗികൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അവർ തീരുമാനിച്ചു.
മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാനായിട്ട് തീരുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് കർത്താവിന് വളരെ ഇഷ്ടമുള്ളൊരു പ്രാർത്ഥനയാണ്. നമ്മൾ വേദന അനുഭവിക്കുന്നവരാണ്, നമുക്കൊത്തിരി ആവശ്യങ്ങളുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ കർത്താവേ എനിക്കിത് തരണമേ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് ഈ നൈറ്റ് വിജിലിൽ പ്രാർത്ഥിക്കാതെ നിങ്ങളെക്കാൾ കൂടുതൽ ആവശ്യമുള്ള വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്ഭുതകരമായ രീതിയിൽ ദൈവം അവരെ അനുഗ്രഹിക്കും, നിങ്ങൾക്ക് വലിയ സന്തോഷം ലഭിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനിപ്പോൾ ഓർക്കുന്നത്, ഈ സമയത്ത് കർത്താവിൻ്റെ മനസ്സിൽ കൊണ്ടുവരുന്നത്, ഞാൻ ഹൈദരാബാദിൽ ചെന്നപ്പോൾ അവിടെ ജോർജ് എന്നൊരു സഹോദരനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് തൊണ്ടയ്ക്ക് ക്യാൻസർ ആയിരുന്നു. അദ്ദേഹം ചികിത്സയ്ക്കൊന്നും പോയില്ല. ഈ ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കാര്യം ചെയ്തു. തന്നെ പോലെ ക്യാൻസർ പിടിച്ചിട്ടുള്ള രോഗികൾക്ക് വേണ്ടി അദ്ദേഹം അങ്ങ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാൻ തുടങ്ങി. അവിടെ ഒരു ദിവസം വലിയൊരു രോഗശാന്തി ശുശ്രൂഷ നടക്കുകയാണ്. ഹൈദരാബാദ് വലിയ സ്റ്റേഡിയത്തിൽ രോഗശാന്തി ശുശ്രൂഷ നടക്കുകയാണ്. ഇദ്ദേഹം ഇതിൻ്റെ ഏറ്റവും പിറകിലിരുന്നു കൊണ്ട് നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ സ്റ്റേഡിയത്തിൽ അനേക രോഗികളുണ്ട്, പ്രത്യേകമായിട്ടും അനേക ക്യാൻസർ രോഗികളുണ്ട്, അവരെ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ഈ രോഗശാന്തി ശുശ്രൂഷയുടെ ഇടയിൽ ഒരു സന്ദേശം കിട്ടുകയാണ്. ജോർജ് എന്ന ആ വ്യക്തിയുടെ കഴുത്തിനുള്ള ക്യാൻസർ രോഗം കർത്താവ് സുഖപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുക, ആ മനുഷ്യൻ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? അയാൾ പ്രാർത്ഥിച്ച മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. തൻ്റെ വേദന മറന്നുകൊണ്ട് തൻ്റെ ഉള്ളിലുള്ള ക്രിസ്തുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചത്, ക്രിസ്തുവേ, എന്നേക്കാൾ വേദനിക്കുന്ന അനേകായിരങ്ങൾ ഇവിടെയുണ്ട്, അവരെ അനുഗ്രഹിക്കണമേ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയാണ് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഹന്ന ഹിഗിൻസ് ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലോകമെമ്പാടുമുള്ള മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. 200 മിഷണറിമാരെ അവരെ സ്വന്തമായി സ്വീകരിച്ച് അഡോപ്റ്റ് ചെയ്യും. നമ്മൾ പറയുകയില്ലേ, കുട്ടികളെയൊക്കെ ദത്തെടുക്കുന്നത് പോലെ 200 സുവിശേഷ പ്രവർത്തകരെ അവർ ദത്തെടുത്തുകൊണ്ട് ഈ 200 പേർക്ക് വേണ്ടിയും അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു കിടപ്പ് രോഗി, നല്ല ആരോഗ്യമുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് രോഗം പിടിപെട്ടു, കിടപ്പ് രോഗിയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഫർഗറ്റ് യുവർ സെൽഫ്. നിങ്ങളെക്കുറിച്ച് മറന്നു കളയുക, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുക. അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഇമെയിൽ അയക്കുക. ഒരു ദിവസം ഒരു 5 ഇമെയിലെങ്കിലും അയക്കണം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഹന്ന ഹിഗിൻസ് തന്നെ മറന്നുകൊണ്ട് ലോകമെമ്പാടുമുള്ള മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. അതുപോലെ തന്നെ മറ്റുള്ള രോഗികൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാൻ ആരംഭിച്ചു. അവർക്ക് വേണ്ടി കത്തുകൾ എഴുതുവാൻ ആരംഭിച്ചു, ആശ്വസിപ്പിച്ചുകൊണ്ട് ഇമെയിലുകൾ അയക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ ക്രിസ്തുവിൻ്റെ വലിയൊരു ആനന്ദം അവരുടെ ഹൃദയത്തിൽ വന്നു നിറയുവാനായിട്ട് ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്ന 16:8 ഇപ്രകാരം പറയുന്നു. സങ്കീർത്തനം 16:8, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. എന്താ പറയുന്നത് എന്ന് പറഞ്ഞാൽ, എനിക്ക് 2 കാലില്ലാത്തപ്പോഴും, എൻ്റെ ഹൃദയം തീരെ പോക്കായിരിക്കുമ്പോഴും, ഞാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുമ്പോഴും ആര് എൻ്റെ മുമ്പിലുണ്ട്? കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അടുത്ത വാക്യം പറയുന്നു, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുണ്ട്. എവിടെയാണുള്ളത്? വലതുഭാഗത്തിൻ്റെ പ്രത്യേകത അത് വിജയം തരുന്ന ഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരിക്കലും പരാജയപ്പെടുവാൻ ആരനുവദിക്കുകയില്ല. എൻ്റെ കൂടെയുള്ള സർവശക്തനായ കർത്താവ് അനുവദിക്കുകയില്ല. അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുണ്ട്. ഞാൻ കാണുന്നുണ്ട്. എൻ്റെ വലതുഭാഗത്തുള്ള കർത്താവിനെ കാണുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും കുലുങ്ങുകയില്ല. ഒരു ഇരുമ്പ് തൂണ് പോലെ ഞാനിങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. കടുത്ത പ്രതിസന്ധികൾ ഉണ്ടാകുന്നു, കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു, എനിക്ക് യാതൊരു ഭയവുമില്ല. അപ്പോൾ നമ്മളൊക്കെ കുലുങ്ങിപ്പോകാൻ കാരണം എന്താ? ചെറിയൊരു പനി വരുമ്പോൾ കുലുങ്ങിപ്പോകാൻ കാരണം എന്താ കാരണം? കർത്താവ് വലതുഭാഗത്തുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകുന്നു. കർത്താവിനെ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കാണുവാൻ
സാധിക്കുന്നില്ല. അതുകൊണ്ട് അടുത്ത വാക്യം ഇതാണ്, എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു. കർത്താവിനെ എപ്പോഴും കാണുന്നത് കൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു, എൻ്റെ അന്തരംഗം ആനന്ദിക്കുന്നു. ദൈവത്തിന് മാത്രം നൽകുവാൻ സാധിക്കുന്നതാണ് ഈ ആനന്ദം. എനിക്കെപ്പോഴും സന്തോഷമാണ്, കാരണം എൻ്റെ മനസ്സിൽ എപ്പോഴും കർത്താവ് നിറഞ്ഞു നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച് ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ ഈ രാത്രിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ദൈവം നമ്മോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ജീവിതത്തിലുണ്ടാകുന്ന രോഗങ്ങളോ തകർച്ചകളോ അല്ല നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണം. കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാത്തതാണ്, കർത്താവിനെ ഹൃദയത്തിൽ കാണാത്തതാണ്. അതുകൊണ്ട് ഈ നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും 365 ദിവസങ്ങളും അങ്ങയെ കണ്ടുകൊണ്ട് പ്രകാശത്തിലായിരിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ മേഘത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും സൂര്യൻ മറഞ്ഞിരിക്കുമ്പോഴും സൂര്യൻ അവിടെ തന്നെ ഉണ്ട് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. കർത്താവ് എപ്പോഴുമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ദുഃഖാനുഭവങ്ങൾ കർത്താവിനെ മറയ്ക്കുന്നുണ്ടെങ്കിലും കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട് എന്ന കാര്യം എപ്പോഴും ഓർക്കുക. ആ കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഇരുകരങ്ങളെയും ഉയർത്തി ഒരിക്കൽ കൂടെ വലിയ സ്നേഹത്തോടെ കർത്താവിനെ ആരാധിക്കാം. കഴിഞ്ഞ നാളുകളിൽ നിരാശപ്പെട്ടു പോയ അനുഭവങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവെ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിനെ ഉയർത്തി നമ്മുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കാം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് എല്ലാ മക്കളിലേക്കും അവരുടെ പ്രകാശമയക്കണമേ എന്ന് പ്രാർത്ഥിക്കും. യേശുവേ ആരാധന. പരിശുദ്ധ ദൈവമാതാവേ, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഓരോ വ്യക്തിയും ആഴമായ പ്രകാശ അനുഭവത്തിലേക്ക്, യേശുവിനെ ഉള്ളിൽ സ്വീകരിക്കുന്ന ജീവിതാനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പ്രൈസ് ദി ലോർഡ്.